ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി ചേർന്ന് വരുണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കൺമണി വരുണിനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാനോ നിങ്ങളുടെ ഭാര്യയാവാനോ സാധിക്കില്ല എന്ന് കൺമണി പറയുന്നുണ്ട്. കൃഷാണെങ്കിൽ എല്ലാം സമാധാനപരമായിട്ട് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. വരുണിനോട് കൃഷ് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കാം, ഇനി നീ കൺമണിയുടെ പിന്നാലെ പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വരുണ് അതൊന്നും കേൾക്കാതെ വരുമ്പോൾ കൃഷ് വരുണിനോട് പറയുകയാണ്, ഞാൻ ഇവളെ താലി കെട്ടിയതാണ്, അന്യപുരുഷൻ്റെ ഭാര്യയെ നീ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അത് ഒട്ടും ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വരുണിന് ഇതൊന്നും വിശ്വാസമാവുന്നില്ല. വരുണ് കൃഷിനോട് പറയുന്നുണ്ട്, എനിക്ക് തെളിവ് വേണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊക്കെ പറയുമ്പോൾ കൃഷ് കൺമണിയുടെ താലി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിനക്ക് മനസ്സിലായോ ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്, ഈ താലി ഇനി പൊട്ടിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ കത്തിച്ചു കളയുമെന്നൊക്കെ താക്കീത് കൊടുക്കുന്നുണ്ട് കൃഷ് വരുണിന്. ഇത് കേൾക്കുന്ന വരുൺ ഒന്നും മിണ്ടാതെ ആ സമയത്ത് പോവുകയാണ്. എന്നാൽ കൃഷിനും കൺമണിക്കും എന്തായാലും ഒരു പണി തിരിച്ചു കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടുന്ന് വരുൺ പോകുന്നത്. അതിനുശേഷം കൃഷിയാണെങ്കിൽ വരുണിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. കൃഷിൻ്റെ സന്തോഷവും മൂളിപ്പാട്ടെല്ലാം കണ്ടുകൊണ്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മഹി എത്തുന്നത്. മഹിയാണെങ്കിൽ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഇത്ര വലിയ സന്തോഷത്തിൽ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണല്ലോ വരുന്നത്, എന്തു പറ്റി എന്നൊക്കെ കൃഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ് മഹിയോട് പറയാണ്, എൻ്റെയും കൺമണിയുടെയും വിവാഹം കഴിഞ്ഞു, ഞാൻ അവളെ താലി കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഒട്ടും തന്നെ മഹി വിശ്വസിക്കുന്നില്ല. മഹി കൃഷിനോട് പറയാണ്, നീ നുണയൊന്നും പറയണ്ട, കള്ളം, വെറും പച്ച കള്ളമാണ് നീ പറയുന്നത്, നീയൊന്ന് പോടാ എന്നെ പറ്റിക്കാതെ എന്നൊക്കെ മഹി കൃഷിനോട് പറയുന്നുണ്ട്. കൃഷിയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടും ഇവനെന്താ ഇതൊന്നും വിശ്വസിക്കാത്തത് എന്ന മട്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ കൃഷി ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ മഹിയോട് ഉണ്ടായ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ മഹി ഇതെല്ലാം കേട്ട് അമ്പരന്ന് വാ പൊളിച്ച് നിൽക്കുകയാണ്. ഇത് കാണുന്ന കൃഷിയാണെങ്കിൽ മഹിയുടെ വാ ചെന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുന്നു. അതിനുശേഷം വരുൺ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ആ കൃഷിനും കൺമണിക്കും ഒരു പണി കൊടുക്കണം എന്ന്. പിന്നീട് വരുണ് ധനലക്ഷ്മിയെ വിളിക്കുകയാണ്. എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുകയാണ്, ഇന്നലെ വരെ കണ്ട കൺമണിയല്ല ഏട്ടത്തി ഞാൻ ഇന്ന് കണ്ടത് എന്ന് സന്തോഷത്തോടെ വരുണ് ധനലക്ഷ്മിയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിയാണെങ്കിൽ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി പോയിട്ട് കൺമണിയെ കാണാണ്. കൺമണിയോട് ചോദിക്കുകയാണ്, ഇന്ന് നീ വരുണിനെ കണ്ടിരുന്നോ, കല്യാണം എങ്ങാനും മുടക്കാൻ നോക്കിയാൽ നീ എൻ്റെ വിവരം അറിയും എന്ന് ധനലക്ഷ്മി പറയാണ്. അപ്പോൾ കൺമണി ധനലക്ഷ്മിയോട് പറയുകയാണ്, വിവരം അറിയാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് കൺമണി പോവുകയാണ്. അതിനുശേഷം ഇന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് വന്ന് പറയുകയാണ്. കൃഷി പറഞ്ഞ ഓരോ ഡയലോഗും കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട്. ഇതാ ഞാൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തിലുണ്ട് എന്ന് കൃഷി പറഞ്ഞ ആ ഡയലോഗ് കൺമണി ഗോകുലിന് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പറയുന്ന കൺമണിക്കും കേൾക്കുന്ന ഗോകുലിനുമാണെങ്കിൽ വളരെ സന്തോഷമാവുകയാണ്. അതിനുശേഷം കൺമണി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇന്ന് കൃഷി തന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് സന്തോഷിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.